CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ UDF തുടങ്ങിവെച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കുമെന്നും സ്ഥലമില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുമെന്നും നേതാക്കൾ. ചെർപ്പുളശ്ശേരി നഗര നവീകരണം ഫലപ്രദമായില്ലെന്നും ടൗണിൽ ക്യാമറ സ്ഥാപിച്ചതിലും അഴിമതിയുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. മങ്കട നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി മഞ്ഞളാംകുഴി അലി MLA. അങ്ങാടിപ്പുറം പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും UDF കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വള്ളുവനാട്ടിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ പാതായ്ക്കര മനയ്ക്കൽ താലപ്പൊലി ആഘോഷം ഭക്തി നിർഭരമായി സമാപിച്ചു. ആചാര പെരുമ വിളിച്ചോതിയുള്ള താലപ്പൊലി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ മനയ്ക്കൽ പരിസരത്തേക്ക് ഒഴുകിയെത്തി. ഇനി ശരണം വിളികളുടെ പ്രഭാത സന്ധ്യകൾ. മലബാറിലെ ശബരിമല എന്ന വിശേഷണമുള്ള ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവും ഭക്തജനങ്ങളാൽ നിറഞ്ഞു. മാലയിടുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനുമായി ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി ആയിരങ്ങൾ വൃശ്ചിക പുലരിയിൽ ക്ഷേത്രത്തിലെത്തി. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ UDF തുടങ്ങിവെച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കുമെന്നും സ്ഥലമില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുമെന്നും നേതാക്കൾ. ചെർപ്പുളശ്ശേരി നഗര നവീകരണം ഫലപ്രദമായില്ലെന്നും ടൗണിൽ ക്യാമറ സ്ഥാപിച്ചതിലും അഴിമതിയുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. ജില്ലയിൽ ഒരു പ്രഥമ പാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത ഒരു നഗരസഭ ആയിട്ട് പോലും ജില്ലയിൽ 1ാം സ്ഥാനത്തും നമ്മൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ കഴിഞ്ഞു. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരുന്നു മെച്ചം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അധികാരത്തിലേറ്റുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ സമ്പൂർണ്ണ ഭവന പദ്ധതി ഞങ്ങൾ തുടങ്ങി വെച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി പുനരാരംഭിക്കുകയും വീടില്ലാത്ത ആളുകൾക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ 5 കൊല്ലത്തിനകത്ത് വീടുകൾ കൊടുക്കുന്നതിന് ഊന്നൽ നൽകുന്ന ഒരു പ്രകടന പത്രിക അതിന്റെ പ്രകടന പത്രിക കമ്മിറ്റി UDF അതുണ്ടാക്കും, പുറത്തും. പക്ഷെ അതിലൊരു പ്രധാനമായൊരു ഇനം ഈ ഭവന പദ്ധതിക്കാർക്ക് ഒന്ന് അറിയിക്കണം. ഒപ്പം ഞങ്ങളൊരു വിഭാവനം ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഇപ്പോൾ സ്വന്തമായ സ്ഥലമുള്ള ആളുകൾക്കാണ് നമുക്ക് വീട് കൊടുക്കാൻ പറ്റുള്ളൂ. നിലവിലുള്ള നിയമം അനുസരിച്ച് PMA വഴി അങ്ങനെ പറ്റുള്ളൂ. സ്ഥലം സ്വകാര്യ മേഖലയിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ അധീനതയിലുള്ള സ്ഥലമുണ്ട്. നമ്മുടെ നഗരസഭാ പരിധിയിൽ സർക്കാർ അധീനതയിലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം PWയുടെ കൈവശമുണ്ട്, റവന്യൂ കൈവശമുള്ള സർക്കാർ അധീനതയിലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചുകൊണ്ട് വീടും ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് ഫ്ലാറ്റുകൾ കൊടുക്കുന്ന ഒരു സമീപനം ഐക്യജനാധിപത്യ മുന്നണി ഈ സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായി കൂടി നിർവഹിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. കൊട്ടിഘോഷിച്ച് കഴിഞ്ഞ ദിവസം പോലും ഉദ്ഘാടനം നടത്തിയ ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് ബസ്സുകൾ കയറാതെ വീണ്ടും സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയെന്നും UDF നേതാക്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഇവിടെ പറഞ്ഞു കൊട്ടിഘോഷിക്കപ്പെട്ടവർ നടത്തിയൊരു വികസന പ്രവർത്തനമാണ് ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്. 3 തവണ 4 തവണ ഉദ്ഘാടനം കഴിയുന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ 2 ദിവസം മുമ്പേ ചെയർമാൻ നിന്ന് കൊടി വീശുന്നത് കണ്ടു. അതിന് മുമ്പേ അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് നിർവഹിച്ചു എന്ന് പറഞ്ഞു 2 കൊല്ലം മുമ്പേ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഉദ്ഘാടനം അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ഒരു ബസ്സും കയറുന്നില്ല, ഒരു യാത്രക്കാരും അവിടെ വരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗിമ്മിക്ക് എന്ന രൂപത്തിൽ ഇപ്പോഴൊരു ഫ്ലാഗ് ഓഫ് നടത്തി എന്നല്ലാതെ ആ ബസ് സ്റ്റാൻഡ് ഒരു പ്രേതാലയമായി അനാശാസ പ്രവർത്തനങ്ങളെയൊക്കെ കേന്ദ്രമായി നേരത്തെ ഞാൻ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോഴത് പ്രവർത്തിക്കുകയാണ്. വളരെ മോശമായ ഒരവസ്ഥയാണ്. കാരണം അതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വേണ്ട താൽക്കാലികമായ ഒരു ഭരണസ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു താൽക്കാലിക അനുമതിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെർമനന്റായി സ്ഥായിയായ അനുമതി അന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ്. അതിന്റെ പേരിൽ ആരോഗ്യമോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിന് പിന്നിലൊക്കെ വലിയ തോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഞാൻ ആരോപിക്കുകയാണ്.
തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ചെർപ്പുളശ്ശേരിയിലെ നഗര നവീകരണം അശാസ്ത്രീയമാണെന്നും കൂടാതെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ആ ക്യാമറകളുടെ പിന്നിലെ ഏതാണ്ട് 11 ലക്ഷം രൂപയുടെ അഴിമതി നടന്നു എന്ന് ആരോപിക്കുകയാണ്. കാരണം CDT സർക്കാർ ഏജൻസി അല്ലേ, അവർക്ക് എങ്ങനെ ഇതില് അവർക്ക് പൈസ കൊടുത്താൽ എങ്ങനെ തരാൻ പറ്റും? ഞാൻ പറഞ്ഞ ഊരാലിക്കൽ സർക്കാർ ഏജൻസി അല്ലേ. ഞങ്ങളെ ഒരു കൃത്യമായി ഇതില് CPIM-ന്റെ തന്നെ സഹയാത്രികരായിട്ടുള്ള ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാള് എന്നോട് പങ്കുവച്ച അഭിപ്രായം അനുസരിച്ച് അതിൽ സ്ഥാപിച്ച ചില കാലുകളിൽ 2 ക്യാമറ ഉണ്ട്, ചില ക്യാമറ ജംഗ്ഷനിലൊക്കെ സ്ഥാപിച്ച 3 ക്യാമറ ഉണ്ട്. അതിൽ സ്ഥാപിച്ച ഒരു ക്യാമറയ്ക്ക് ഏറ്റവും കൂടിയ വില കൊടുത്താൽ 3500 രൂപ വില വരും. അത് സ്ഥാപിച്ചിട്ടുള്ള മെറ്റലിന്റെ ഒരു കാലുണ്ട്, ആ കാലിന് ഏറ്റവും വലിയ വില കൊടുത്താൽ 2500 രൂപയിൽ കൂടുതൽ വില വരില്ല. പിന്നെ അതിനുള്ള ഒരു സ്വിച്ച് സംവിധാനമാണ്. ഇതിലെ ഇന്നാർ പറഞ്ഞ വലിയ നെറ്റ്വർക്ക് ഇതിന്റെ പേരിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ 3 ചാനലുകളുണ്ട്. സിറ്റി ചാനലും അതുപോലെ തന്നെ ഈ പ്രൈം ചാനലും അതുപോലെ തന്നെ ചാനലല്ല കേബിളുകൾ. ഒന്ന് സിറ്റി ചാനലിന്റെ കേബിളുകളാണ്, ഒന്ന് പ്രൈം കേബിൾ, ഒന്ന് പിന്നെ അഞ്ചന എന്ന് പറയുന്ന കേബിളാണ്. അവരുടെ നെറ്റ്വർക്ക് സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അതല്ലാതെ മഞ്ചക്കല്ല് മുതൽ ഈ നഗരസഭയുടെ അതിര് വരെ, ഊത മുതൽ പിന്നെ കുറ്റിക്കോട് വരെ ഉള്ള ഇതിൽ ഒരു കേബിൾ വരെ, ഈ കേബിൾ വലിക്കുന്നതിനാണ് അതിന്റെ വലിയ പൈസ വരിക. അത് ഈ കേബിൾ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ അഴിമതി. എന്നോട് ഞാൻ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ലാഭത്തോടു കൂടി സ്ഥാപിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ CDT മറയാക്കി ഇവിടെ ഭരിക്കുന്ന CPM നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. വലിയ അഴിമതിയാണ് അതിന്റെ പേരിൽ നടന്നിട്ടുള്ളത്. ചെർപ്പുളശ്ശേരിയിലെ റോഡ് വികസനത്തിന്റെ ക്രെഡിറ്റ് നഗരസഭയ്ക്കല്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. 4 വരി പാത എന്നപ്പോ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ കീഴിൽ കോങ്ങാട് പഞ്ചായത്തും കടപ്പഴിപ്പുറം പഞ്ചായത്തും വെള്ളിനേരി പഞ്ചായത്തൊക്കെ വന്നത് അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ 10 കൊല്ലമായിട്ട് നഗരസഭയിലുണ്ട്. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ അതിർത്തിയൊക്കെ എനിക്കറിയാം, 33 വാർഡ് അറിയാം. അതിൽ മുണ്ടൂരും പിന്നെ കടപ്പഴിപ്പുറം വഴി വന്നിട്ടില്ല. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പങ്കെന്നത് അത് പറയാൻ പറ്റും. ഇത് പിന്നെ നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ പ്രളയം, ആ പ്രളയത്തിലെ വേൾഡ് ബാങ്കിന്റെ റീബിൽഡ് കേരള പദ്ധതി അതിൽ ഉൾപ്പെടുത്തിയിട്ട് നടത്തിയ പണിയാ. അതൊക്കെ കാലാനുസൃതമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. അത് ആര് ഭരിച്ചാലും നടക്കും. കുറെ കാര്യങ്ങൾ നടന്നേ പറ്റുള്ളൂ. ഇച്ഛാശക്തിയോട് കൂടി ജനകീയ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഭരണത്തിന്റെ കഴിവ്. ഞങ്ങൾ താല്പര്യപ്പാതക്കെതിരല്ല വരട്ടെ പരിഗണന വേണം. അതിൽ ചെറുപ്പശ്ശേരി നഗരസഭയുടെ പങ്കെന്താണെന്ന് ചോദിക്കുന്നത്. UDF നേതാക്കളായ KK ആസീസ്, PP വിനോദ് കുമാർ, KM ഇസാഖ്, ഇക്ബാൽ ദുറാനി, P അക്ബർ അലി, T ഹരിശങ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മങ്കട നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി മഞ്ഞളാംകുഴി അലി MLA. അങ്ങാടിപ്പുറം പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും UDF കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവരെല്ലാം സ്ഥാനാർത്ഥി നമ്മൾ പിന്നിലിരിക്കുന്ന ഈ ആൾക്കാർ മുഴുവൻ സ്ഥാനാർത്ഥികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് ഗംഭീരമായിട്ട് വിജയം നേടാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഇതുണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഏകദേശം 500 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ 4.5 വർഷം കൊണ്ട് നമ്മൾ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. പ്രതിപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടത്തുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് കുടിവെള്ളത്തിനാണ്. 300 കോടി റോഡുകൾക്കുണ്ട്, ആശുപത്രികൾക്കുണ്ട്, അതുപോലെ തന്നെ ഇവിടെ റോഡും പാലം ബൈപ്പാസ് അതിന് 18 കോടി രൂപയുണ്ട്. അങ്ങാടിപ്പുറം നമ്മുടെ പോളിന് ഒരു 2 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ UDF-ന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ടാകുമെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. മുസ്ലിം ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയമില്ല, കഴിഞ്ഞതിനെക്കാളും കൂടുതൽ വോട്ടോട് കൂടി, കഴിഞ്ഞതിനെക്കാളും കൂടുതൽ സീറ്റോട് കൂടി നമുക്ക് ജയിക്കാൻ കഴിയും. 24 വാർഡുകളാണ് ഉള്ളത്. വാർഡുകളിലൊന്നും മോശമായിട്ടല്ല, നമുക്ക് അനുകൂലമല്ല, ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ ഉത്സാഹിക്കുകയാണെങ്കിൽ ഒരു സംശയം നമുക്ക് വല്ല രീതിയിൽ ജയിക്കാൻ കഴിയും. കാരണം ഈ ഗവൺമെന്റിനോട് ജനങ്ങൾക്ക് അത്രക്കധികം വെറുപ്പാക്കുന്ന കാലത്തുള്ളത്.
നമ്മുടെ ഭരണം നല്ലത്. അത് മാത്രമല്ല, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനോട് വളരെ മോശമായിട്ടൊരു അഭിപ്രായമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും. നമ്മൾ വിചാരിക്കും സി പി എം ഗംഭീരമായിട്ട് നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ അവർ കൊല്ലാൻ. പക്ഷെ അതല്ല സത്യം. പലപ്പോഴും സി പി എമ്മിന് മുൻകാലങ്ങളിലൊക്കെ വോട്ട് ചെയ്തിരുന്ന ജനങ്ങൾ മുഴുവനും ഈ ഭരണം അത്രയും മടുത്തുപോയി. വളരെ മോശമായിട്ടൊരു ഭരണമാണ് ഈ ഭരണം. വളരെ മോശമാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. തുടർന്ന് MLA സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂർ സ്ഥാനാർത്ഥികളെ ഷോളണിയിച്ച് പിന്തുണയറിയിച്ചു. പഞ്ചായത്തിലെ UDF നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ആറാം വാർഡ് സിദ്ദീഖ് മുതുകുത്തി, ഏഴാം വാർഡ് മിസിലിയ വീട്ടി, മൈമൂനത്ത് മിസിലിയ, ഏഴാം വാർഡ് മൈമൂനത്ത് വനിതാ സംവരണമാണ്. പതിനൊന്നാം വാർഡ് സാഹിൽ കുന്നത്ത്, പന്ത്രണ്ടാം വാർഡ് സെലീന താണിയൻ, 13 സതീശൻ പെരിങ്ങല, 14 സിവിൽ ടീച്ചർ, 15 ഹസീന ചേരാക്കുടൻ, 16 അബ്ദുൽസലാം നാരായണൻ, 17 ഇയാളിൽ ടിന്ദു ബാബു, 18 ചോലയിൽ കുഞ്ഞിമീതി, 19 മുദീന തസ്ലീം കിഴക്കേ ഭാഗം, 20 കാദറ ഹുസൈൻ, 21 ഫൈസൽ വയ്യോങ്ങര, 'CCN പെരിന്തൽമണ്ണ. ഇനി ശരണം വിളികളുടെ പ്രഭാത സന്ധ്യകൾ. മലബാറിലെ ശബരിമല എന്ന വിശേഷണമുള്ള ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവും ഭക്തജനങ്ങളാൽ നിറഞ്ഞു. മാലയിടുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനുമായി ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി ആയിരങ്ങൾ വൃശ്ചികപ്പുലരിയിൽ ക്ഷേത്രത്തിലെത്തി. പുലർച്ചെ മുതൽ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. മാലയിടാൻ ഭക്തരുടെ വലിയ നിരയായിരുന്നു. ജില്ലയിൽ നിന്ന് മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്നും വ്രതമെടുത്ത് ആയിരങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി.
തിങ്കളാഴ്ച പുലർച്ചെ തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശാസ്താവിന്റെ നട തുറന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഗുരുസ്വാമിമാരായ പി മണികണ്ഠൻ, സി വി നാരായണൻ, പി രാധാകൃഷ്ണൻ, സി സേതുമാധവൻ, വി ബാലകൃഷ്ണൻ, നെല്ലായ ബാലൻ തുടങ്ങിയവർ സ്വാമി ഭക്തരെ വ്രതമാലയണിയിച്ചു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യ കീർത്തനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. മണ്ഡല പുലരിയിലെ നവഗ്രഹ പൂജയ്ക്ക് മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. 12 ദിവസത്തെ വിശേഷാൽ തന്ത്രി പൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയും തുടങ്ങി. രാവിലെ 7-ന് പ്രഭാത ശിവേലിക്കു ശേഷം മണ്ഡലം മുഴുവൻ നീളുന്ന അയ്യപ്പൻ തീയാട്ടിന് അഗ്രശാലയിൽ കൂറയിട്ടു. 13-ാമത്തെ ദിവസം കളഭാഭിഷേകമുണ്ടാകും. ശാസ്താ തീയാട്ടിന് തീയാടി ജയചന്ദ്രൻ നമ്പ്യാർ കാർമ്മികനാകും. 41 ദിവസം ചുറ്റുവിളക്ക്, കേളി എന്നിവയുമുണ്ടാകും. ഡിസംബർ 13-നാണ് ദേശവിളക്കുത്സവം. 12 ദിവസം അയ്യപ്പ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും മണ്ഡലത്തിലുടനീളം വിരിവെക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. നിത്യേന മാലയിടുന്നതിനും കെട്ടുനിറയ്ക്കുമുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയതായി ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി 4 വർഷ ബിരുദ പ്രോഗ്രാമുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാനായി ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. കോളേജിലെ ഹയർ എഡ്യൂക്കേഷൻ സെല്ലും ബികോം ഫിനാൻസ് വിഭാഗവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് നടപ്പിലാക്കുന്ന 4 വർഷത്തെ ബിരുദ കോഴ്സുകളെക്കുറിച്ചും അവയുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ സുപ്രധാന മാറ്റങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഐഡിയൽ കോളേജ് നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ഈ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ PTM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അഷറഫ്, ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, ഐഡിയൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അഷ്റഫ് യമാനി, PTM ഹയർ സെക്കൻഡറി സ്കൂൾ അറബിക് അധ്യാപിക ബുഷറ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും FIUGPയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും വിശദമായ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. സിനിമ നാടക നടൻ കൊച്ചുപ്രേമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കലാപുരസ്കാരം ഗോപനഴക്കാടിന് സമ്മാനിച്ചു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് നാടക സംവിധായകൻ വക്കം ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. മുൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് M. മുഹസിൻ അധ്യക്ഷനായി. വിവിധ രംഗങ്ങളിലെ പ്രതിഭകളായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ നടൻ ബിജു കലാവേദി, യുവ കർഷക സംരംഭകൻ വിഷ്ണു എന്നിവർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകി. പയ്യന്നൂർ മുരളി, സിമി ഇക്ബാൽ, R. ജയകുമാരൻ, രാധാകൃഷ്ണൻ, ബിജുമോൻ പന്തിരുകുലം, K. രാജേന്ദ്രൻ, BS സജിതൻ, അർജുൻ, കാശിനാഥൻ, ഉദയൻ, സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് അരിയൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് പശ്ചിമബംഗാൾ സ്വദേശികളായ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടം സംഭവിച്ചത്.
പശ്ചിമ ബംഗാൾ സ്വദേശികളായ സക്കീർ ഹുസൈൻ, സുശാന്ത്, കിഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അതുവഴി വന്ന മറ്റു വാഹനയാത്രികർ ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റവരുടെ കൈകളിലും കാലുകളിലും പരിക്കുകളുണ്ട്. നിയന്ത്രണം വിട്ട വാഹനം ഡിവൈഡറിൽ തട്ടി മറിയുകയായിരുന്നു. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ ഒരു പന്തൽ പ്രോഗ്രാമിന്റെ സാധനങ്ങൾ അഴിച്ച് തിരികെ പുഞ്ചപ്പാടത്തേക്ക് മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത്. CCN ചത്തല്ലൂർ. തച്ചനാട്ടുകരയിലെ വയലുകളിൽ രണ്ടാം വിളയായ മുണ്ടകൻ നെല്ലിന്റെ ഞാറുപറിക്കലും നടിയിലും ആരംഭിച്ചു. കൂറ്റമ്പാറ തോടിനോട് ചേർന്നു കിടക്കുന്ന പാടശേഖരങ്ങളിലാണ് ഞാറുപറിക്കലും നടിയിലും തകൃതിയായി നടക്കുന്നത്. സമീപത്ത് പല കർഷകരും നാണ്യവിളകളാണ് കൃഷി ചെയ്യുന്നതെങ്കിലും കൃഷിയോടുള്ള അതിയായ ആഗ്രഹമാണ് നെൽകൃഷി തുടരാൻ തങ്ങൾക്ക് പ്രചോദനമായതെന്ന് കർഷകർ പറയുന്നു. അതേസമയം ഇത്തവണയും ഞാറു നടാനെത്തിയത് ബംഗാൾ സ്വദേശികളാണ്. കഴിഞ്ഞ കുറെ കാലമായി തച്ചനാട്ടുകരയിലെ പാടശേഖരങ്ങളിൽ ഞാറു നടാനും കളപറിക്കാനും കൊയ്ത്തിനും മെതിക്കും സ്ഥിരമായി എത്തുന്നത് ബംഗാൾ തൊഴിലാളികളാണ്. തൊഴിൽ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നതാണ് ഇവരെ പണിക്ക് നിയോഗിക്കാനുള്ള പ്രധാന കാരണമെന്നും കർഷകർ അഭിപ്രായപ്പെടുന്നു. നിലവിൽ ഒരു ദിവസത്തെ കൂലിയായി 750 രൂപയാണ് ഇവർക്ക് നൽകുന്നത്. CCN ചത്തല്ലൂർ. ആദ്യകാല ചെണ്ടവാദ്യ കലാകാരനും ആലിപ്പറമ്പ് സ്വദേശിയുമായ കോന്തത്ത് നാരായണൻ കുഴഞ്ഞു വീണ് മരിച്ചു. 64 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ ചത്തല്ലൂർ തെക്കുമുറിയിലെ ചായക്കടയിലാണ് സംഭവം. രാവിലെ പതിവ് പോലെ ചായ കുടിക്കുന്നതിനായി കടയിലെത്തിയതായിരുന്നു നാരായണൻ. ചായ കുടിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. സുഭദ്ര ഭാര്യയാണ്. സുബീഷ്, സുബിത, സുനിത എന്നിവർ മക്കളാണ്. CCN ചത്തല്ലൂർ. അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ വീട് പൂട്ടിപ്പോയ സമയത്ത് കവർച്ച. 12.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയും മോഷണം പോയി. പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ തലേണന്റെ ഉള്ളിലായിരുന്നു, റാക്കിന്റെ മേലെ ഇത് വെച്ചിരുന്നു. തലേന്റെ ഉള്ളില് ആ ബോക്സിലായിരുന്നു കുട്ടിന്റെ വെച്ചിരുന്നു. ഗോൾഡിന്റെ ബോക്സ്. ഏത് ബോക്സ് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ചോലയിൽ കുളമ്പ് വടക്കേക്കര കൂരിമണിൽ വലിയമണിൽ സിറാജുദ്ദീന്റെ വീട്ടിൽ മോഷണം നടന്നത്. വൈകുന്നേരം ബന്ധുവീട്ടിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടുകാർ കവർച്ച നടന്നതായി അറിയുന്നത്. വീടിന്റെ മുകൾ നിലയിൽ വാർക്കപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ വഴിയാകാം മോഷ്ടാവ് വീടിനകത്ത് പ്രവേശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വീടിന്റെ മുകളിലെ വസ്ത്രങ്ങൾ വാരി വിതറിയ നിലയിലും അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരിപ്പാത്രത്തിൽ പോലും തിരച്ചിൽ നടത്തിയതിന്റെ അടയാളവും കാണപ്പെട്ടു. സംഭവം അറിഞ്ഞ ഉടനെ വീട്ടുകാർ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ സ്ഥലത്തെത്തിയ പോലീസ് പരിശോധനകൾ ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. വള്ളുവനാട്ടിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ പാതായിക്കര മനക്കൽ താലപ്പൊലി ആഘോഷം ഭക്തി നിർഭരമായി സമാപിച്ചു. ആചാര പെരുമ വിളിച്ചോതിയുള്ള താലപ്പൊലി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ മനക്കൽ പരിസരത്തേക്ക് ഒഴുകിയെത്തി.
ഉച്ചകഴിഞ്ഞ് 3:30 കളംപാട്ടിന്റെ ഭാഗമായുള്ള ഉച്ചപ്പാട്ടോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് 4:30 താലം നിരത്തലിനായി പടിഞ്ഞാറേക്ക് ഭഗവതിയുടെ പുറത്തെഴുന്നള്ളിപ്പ് നടന്നു. ഗജവീരൻ മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ തിടമ്പേറ്റി എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. കോമരങ്ങൾ, പൂതങ്ങൾ, ദേശവേലകൾ എന്നിവയും ഭക്തജനങ്ങളും അകമ്പടിയായി. പത്തായപ്പുരയ്ക്ക് മുന്നിലായി കല്ലൂർ ഉണ്ണികൃഷ്ണൻ, കല്ലുവഴി പ്രകാശൻ എന്നിവരുടെ പ്രമാണിത്വത്തിൽ നടന്ന പാണ്ഡ്യമേളം കാണികളെ ആവേശത്തിലാഴ്ത്തി. കളംപാട്ടിനു ശേഷം നടന്ന കൂറവലിച്ചിടലോടെ ഈ വർഷത്തെ താലപ്പൊലി ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ UDF തുടങ്ങിവെച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കുമെന്നും സ്ഥലമില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുമെന്നും നേതാക്കൾ. ചെർപ്പുളശ്ശേരി നഗര നവീകരണം ഫലപ്രദമായില്ലെന്നും ടൗണിൽ ക്യാമറ സ്ഥാപിച്ചതിലും അഴിമതിയുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. മങ്കട നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി മഞ്ഞളാംകുഴി അലി MLA. അങ്ങാടിപ്പുറം പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും UDF കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വള്ളുവനാട്ടിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ പാതായ്ക്കര മനയ്ക്കൽ താലപ്പൊലി ആഘോഷം ഭക്തി നിർഭരമായി സമാപിച്ചു. ആചാര പെരുമ വിളിച്ചോതിയുള്ള താലപ്പൊലി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ മനയ്ക്കൽ പരിസരത്തേക്ക് ഒഴുകിയെത്തി. ഇനി ശരണം വിളികളുടെ പ്രഭാത സന്ധ്യകൾ. മലബാറിലെ ശബരിമല എന്ന വിശേഷണമുള്ള ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവും ഭക്തജനങ്ങളാൽ നിറഞ്ഞു. മാലയിടുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനുമായി ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി ആയിരങ്ങൾ വൃശ്ചിക പുലരിയിൽ ക്ഷേത്രത്തിലെത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.